പുള്ളിയുടെ അപ്പനോ അമ്മയ്ക്കോ ഒരു ജാതി ഉണ്ടാവില്ലേ? അതുകൊണ്ടാണല്ലോ പിന്നെ നമുക്ക് മറ്റേ എത്തിസ്റ്റ് എന്ന് പറയുന്ന ജാതി, അതൊരു ജാതി തന്നെയല്ലേ? അല്ല, ഇതിലൊന്നും വിശ്വസിക്കാത്ത വേറൊരു ജാതി. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറയണം. പുള്ളി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പുള്ളിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്ന് വാശി പിടിക്കുമ്പോൾ ഞാൻ ഇതിന് ഉത്തരം പറയണം? എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും സിനിമയെ ആസ്പദമാക്കിയിട്ടുള്ളതല്ലല്ലോ. വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? ഇപ്പൊ തൊട്ടുമുന്നേ ചോദിച്ചിട്ടില്ലേ എങ്ങനെയാണ് ആ കുട്ടിയെ ഇഷ്ടം, എന്താണ് ഇഷ്ടം, എങ്ങനെയാണ് പ്രണയം തോന്നിയെന്ന്? എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക വ്യക്തിപരമായിട്ട് എന്തിനാ ചോദിച്ചത്? പ്രണയം പോലെ തന്നെയാണ് ആദ്യം എന്താണെങ്കിലും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ? ഇത് മാത്രമാണോ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം? പിന്നെ അയാൾക്ക് ജാതി ഇല്ലെങ്കിൽ പിന്നെ അയാൾ നിങ്ങൾ ഇത്രയും ശോഭിക്കേണ്ട കാര്യമില്ലല്ലോ. ജാതി ഇല്ലാത്ത ഒരാളോട് ജാതി ചോദിക്കുന്ന പ്രശ്നമല്ലല്ലോ, ജാതി ഉള്ള ഒരാളോട് ജാതി ചോദിക്കാനുള്ള പ്രശ്നം. വിവേകാനന്ദനും ട്രെയിലറിൽ ഒരു പോർഷൻ ഞാൻ കണ്ടായിരുന്നു. അതാണ് പ്രശ്നം. നിങ്ങൾ ആ ഒരു ചെറിയൊരു സീന് കണ്ടപ്പോഴേക്കും നിങ്ങൾ വിചാരിക്കുകയാണ് അത് അങ്ങനെയാണെന്നുള്ളത്. ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യം മാത്രമേ അതിൽ കാണിച്ചിട്ടുള്ളൂ. ഫാമിലിയിൽ കല്യാണം കഴിക്കുന്നവർ എന്താ ചെയ്യുക? അവർക്ക് ഇത്രയധികം 10-12 പിള്ളേരുണ്ടാവുന്നത് എങ്ങനെയാ? അപ്പൊ ഫാമിലിയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ സൈറ്റുകൾ രഹസ്യമായിട്ട് കാണും. പക്ഷെ മലയാളികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പ്രശ്നം വരുമല്ലോ. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് സമ്മതിക്കില്ലല്ലോ. പറിച്ചതാണ് അവരൊക്കെ. ബൈക്ക് ഓടിക്കാൻ പറഞ്ഞ ബുള്ളറ്റ് ആകുമ്പോ അത് വണ്ടി നമ്മളെയും കൊണ്ട് പൊക്കോളും. ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ ഡ്രൈവർ ഒന്നുമല്ല. എനിക്ക് ബുള്ളറ്റ് പോണ പോലെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് പോലും എടുത്തിട്ടില്ല. വെറുതെ എന്തിനാ ആൾക്കാരെ കൊല്ലുന്നത്? സീരിയസ്ലി ലൈസൻസ് ഇല്ലാതെ കൊല്ലാൻ പറ്റില്ല. ഈ ചതുരം എന്ന ചിത്രത്തിൽ അങ്ങനത്തെ രംഗങ്ങൾക്ക് പ്രാധാന്യം ഇല്ലെങ്കിൽ ആ ചിത്രം മുന്നോട്ട് പോകില്ലല്ലോ. അതേപോലെ തന്നെ ഇതിലും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇതിനെ ചുറ്റിപ്പറ്റിയായിട്ടുള്ള ഒരുപാട് കഥകളും ഒരുപാട് സന്ദർഭങ്ങളും നമുക്ക് പറയാനും കാണിക്കാനും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിത്രത്തില് ഇത് കാണിക്കാതിരിക്കുന്നതാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. കോമ സ്റ്റേജിൽ നിന്നും തല ഇഴക്കാണ് ഞാൻ രക്ഷപ്പെടുന്നത്. കോമ സ്റ്റേജിൽ മൈക്കുണ്ട്. ആർക്ക് അത് ഓർമ്മ പോലും ഇല്ലേ? ചേട്ടാ, നമ്മള് സബ്ജക്റ്റിൽ നിന്നൊക്കെ മാറിപ്പോയി. അങ്ങനെയാണല്ലോ സാധാരണ പതിവ്. അത് ഞങ്ങൾക്കും ആവാലോ. സന്തോഷം. വീണ്ടും വിജയകരമാവട്ടെയോ? ഇല്ല, ചോദിച്ചു മേടിച്ചു മര്യാദക്ക് പ്രോഗ്രാം നിർത്തിയതാ. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിവേകാനന്ദൻ വൈറൽ എന്ന സിനിമയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ 3 വൈറൽ താരങ്ങളുണ്ട്. ഷൈൻ ടോം ചാക്കോ, സ്വാസിക, മെറീന. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാണ് തോന്നുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ? ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എനിക്ക് വലിയ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർക്കൊക്കെ എവിടെയെങ്കിലും പോയി ഭയങ്കര ആഘോഷമായിരുന്നു. ക്രിസ്മസിന്റെ തലേ ദിവസം ഞങ്ങളൊന്ന് മീറ്റ് ചെയ്തായിരുന്നു. അതിപ്പോഴും ഏറെ കിടന്ന് ഓടുന്നുണ്ട്. വീട്ടിലേക്ക് വന്നൂടെ? അല്ല, അടുത്ത ദിവസം വരും. നിങ്ങളെ വെൽക്കത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. തീർച്ചയായിട്ടും അടുത്ത ദിവസം വരും. അപ്പം നോട്ട് ദ പോയിന്റ്. കണ്ടുപിടിക്കാമല്ലോ, നമ്പർ ഉണ്ടല്ലോ. ഷൈൻ ചേട്ടൻ്റെ ഈ ക്രിസ്മസ് ഇപ്പൊ കാണിച്ചു തരണോ? ഫോണില്ല കുട്ടിയുടെ. അതെ, ഫോണുണ്ട്. ഇപ്പൊ യൂസ് ചെയ്യാൻ മെറീനയുടെ നമ്പറില്ല, സ്വാസിന്റെ നമ്പർ ഉണ്ട്. അപ്പൊ എനിക്ക് കേക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഹായ്, ഒരു ഹായ്. എന്റെ ഹായ് എന്തായാലും ചിലപ്പോ ഉണ്ടാവില്ല. അപ്പൊ ഷൈൻ ചേട്ടന് ഈ ന്യൂ ഇയർ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ന്യൂ ഇയറിന്റെ അന്ന് ഞങ്ങളൊരു വലിയ ഹാപ്പി മൂമെന്റ് ചേട്ടന്റെ ഭാഗത്തുനിന്നും കണ്ടു. എന്താണെന്നറിയോ? കണ്ടിട്ടുണ്ട്, എന്നാലും ഒഫീഷ്യലി നമ്മൾ അപ്പോഴാണ് കാണുന്നത്. ഒഫീഷ്യലി തന്നെയാണല്ലോ ആദ്യം കാണുമ്പോഴും. എന്നാലും പരിപാടിക്ക് വന്ന സമയത്തും കണ്ടിട്ടുള്ളൂ. അന്നേരം ഞാൻ കണ്ടില്ല. ഫോട്ടോയിലല്ലേ കണ്ടുള്ളൂ. ഇപ്പൊ എന്തായാലും നമുക്കത് പറയാം. ഷൈൻ ചേട്ടൻ ഒഫീഷ്യലി ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. നെക്സ്റ്റ് കല്യാണത്തിലേക്ക് പോവാണ്. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. ആളുടെ പേര്? എന്ത് ചെയ്യുന്നു? ഓക്കെ, അപ്പൊ നമുക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വിവേകാനന്ദൻ വൈറലാകുന്ന സിനിമയുടെ ഇതുണ്ട്. അപ്പം അതിലും ഷൈൻ ചേട്ടനൊരു വലിയ സന്തോഷമുണ്ട്. ഷൈൻ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്ത ആളിൻ്റെ സിനിമയിൽ നായകനായിട്ട് എത്തുന്നു. അതായത് കമൽ സാറിൻ്റെ സിനിമയിൽ നായകനായിട്ട് എത്തുന്നു. കൂടാതെ തന്നെ 100ാമത്തെ ചിത്രം. എന്ത് തോന്നുന്നു? 100 ഒരു എണ്ണമല്ലാന്ന് മനസ്സിലായി. എണ്ണമല്ലാന്ന് നമുക്ക് ഇപ്പോഴും അത് 100 പടമായിട്ടൊന്നും നമുക്ക് തോന്നാറില്ല. നമുക്ക്
കാരണം ചെറിയ ചെറിയ ക്യാരക്ടേഴ്സുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്. പിന്നെ 100 പടമാണെങ്കിലും 200 ആണെങ്കിലും 1000 ആണെങ്കിലും നമുക്ക് നെക്സ്റ്റ് പടത്തിനെ കുറിച്ചിട്ടുള്ള വേവലാതിയാണ് നമുക്ക്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഷൈൻ ചേട്ടൻ 100 സിനിമകൾ ചെയ്തു എന്ന് പറയുന്നതിലും നായകനായിട്ട് മാത്രമല്ല, ചെറിയ റോൾസ് ആണെങ്കിലും ബാക്കിയുള്ള റോൾസുകളിലും എല്ലാം ചെയ്തിട്ടാണ്. അപ്പം ഒരു സിനിമ ഒറ്റയ്ക്ക് ചെയ്യാൻ ആളെത്തിയിട്ടും ചെറിയ റോൾസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഒരു സിനിമ ചെയ്യാൻ ആളായിട്ട് പോലും ചെറിയ ചെറിയ റോൾസ് സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ റോൾസുകൾ സ്വീകരിക്കാനുള്ള കാരണം? അതിൻ്റെ ഡയറക്ടേഴ്സ് നമ്മുടെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ പരിചയമുള്ളവരായിരിക്കാം, ഒരുപക്ഷെ ആ കഥാപാത്രം അങ്ങനെ ഒറ്റ സീനിൽ വരേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ആ ദിവസം ഞാൻ ഫ്രീ ആയിട്ടിരിക്കാം, അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത്. കുറച്ച് സൈലന്റ് ആയി പോയോ? വയലന്റ് ആക്കണോ? അല്ല, അങ്ങനെയല്ല. ദിവസങ്ങളിൽ ആളങ്ങനെയാണ്. അമാവാസിയിൽ പ്രത്യേകിച്ച് ഒന്ന് എനർജി അമാവാസി അമാവാസിയാണ്. ആണോ? ആണോ? ഞാൻ എനർജി കൂടുതലായിട്ട് പിന്നെ ഇന്റർവ്യൂവിൽ കോഷ്ടി കാണിക്കുന്നു എന്നുള്ള പരാതി കേൾക്കാനല്ലേ. നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയില്ല, പക്ഷെ നിങ്ങൾ കാണിക്കുള്ളൂ. ഓക്കെ. അപ്പം ഈ ഒരു ഇന്റർവ്യൂവിലെ വൈറൽ ആയതുകൊണ്ടാണോ ഷൈൻ ചേട്ടൻ ഈ വൈറൽ എന്ന് വിവേകാനന്ദൻ വൈറൽ എന്നൊരു സിനിമയിലേക്ക് cast ചെയ്യപ്പെടുന്നത്? ഇന്നെല്ലാ വാർത്തകളും വൈറൽ എന്നല്ല പറയുന്നത്. ന്യൂസിനേക്കാൾ ഉപരി വൈറൽ എന്നാണല്ലോ ഉപയോഗിക്കുന്നത്. എല്ലാവരും വൈറൽ ആവാനുള്ള വീഡിയോസും ഫോട്ടോസും ആണല്ലോ ഇടുന്നത്. അങ്ങനെ സാറിന് കിട്ടിയ ഒരു പുതിയ ട്രെൻഡിങ് പേരാണ് വൈറൽ എന്ന് പറയുന്നത്. അപ്പം ഒരാള് ആള് തന്നെയാണ്. ആയിട്ടുള്ള ആളുകൾ ഏതെങ്കിലും കോഷ്ടി തരത്തിൽ വൈറലായിട്ടുള്ള ഒരാളായിരിക്കണല്ലോ. ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ അഭിപ്രായം? എന്താ വൈറലാക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിനെ വൈറലാക്കും. പിന്നീട് രണ്ട് വ്യക്തികൾ തമ്മിൽ പെടുന്നതിൽ നിന്ന് വൈറലാവുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ആ ഘട്ടം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ പെടുന്ന അവസ്ഥയാണ്. പിന്നെ നമ്മൾ കാണിക്കുന്ന വീഡിയോ വേറൊരു രീതിയിൽ വൈറലാവും, അല്ലെങ്കിൽ നല്ല രീതിയിലും കളിയാക്കുന്ന രീതിയിലും വൈറലുകളാവും. പിന്നെ എയറിലാവുക എന്ന് വേറൊരു പദപ്രയോഗം ഉണ്ടല്ലോ, എയറിലാവുക, അങ്ങനെയും പറയാറുണ്ട്. എനിക്ക് ഏതാണ് അങ്ങനെ നമുക്ക് ഈ വാക്കന്നെ വേണമെന്നില്ല, വേറെ വാക്കുകൾ ഉപയോഗിക്കാം. വൈറലാവുക എന്നുള്ളത് തന്നെ വേണമെന്നില്ല, ഹിറ്റ് ആവുക എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് അല്ലേ. ഹിറ്റ്, സൂപ്പർ ഹിറ്റ്, അതിനുള്ള വാക്കാണ് വൈറൽ അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് അല്ലെങ്കിൽ കൂടി ആദ്യമായിട്ടാണ് കുമാരിയില് ഞാൻ പരിചയമുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ സംസാരിക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നു. നമുക്ക് ഒരുമിച്ച് അങ്ങനെ കോമ്പിനേഷൻ അന്ന് ഷൈൻ സംസാരിച്ചിട്ടേ ഇല്ല. അന്ന് ഡോക്ടർ സാർ ഉണ്ടല്ലോ ഡോക്ടർ സാറ്, നമ്മുടെ ഐഷു ഇല്ല, അന്ന് ഞങ്ങൾ സംസാരിച്ചില്ല. ഇതിനാണ് ഞങ്ങൾ ശരിക്കും സംസാരിക്കുന്നത്. എന്നിട്ട് പറയൂ. സീക്വൻസുകൾ ഇല്ലല്ലോ ആ കൂട്ടത്തില്, നമ്മൾ അവിടെ ഇവിടെ ഉണ്ടാകും മാത്രം. ഇപ്പൊ ഇതിലുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എങ്ങനെ സാറിന്റെ അടുത്ത് ചെയ്തേക്കാതിരിക്കാം ഇവരുടെ ഇടയിൽ നിന്നുകൊണ്ട് എന്നുള്ളതാണ്. അതിൽ കൂടുതൽ നമ്മുടെ ശല്യപ്പെടുന്ന മറീന മൈക്കിൾ ആയതുകൊണ്ട്, മറീന മൈക്കിളിന്റെ കൂട്ടുകാരികളൊക്കെ അതേപോലത്തെ കുട്ടികാരികളായതുകൊണ്ടും, പിന്നെ ആൾക്കാരെ ശല്യം ചെയ്തിട്ടില്ല. ഇവര് തമ്മിൽ സംസാരിച്ചിട്ട് വെറുതെ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലേയും ചോദിച്ചു കഴിഞ്ഞാൽ ആറ് തിരിയുമ്പോ പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഞാൻ സീനിയർ ആയതുകൊണ്ട് ഇവര് ജൂനിയേഴ്സ് ആയതുകൊണ്ട് റാഗ് ചെയ്യാലോ. പിന്നെ പെൺകുട്ടികൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയും തീരുമല്ലോ, റാഗിങ് തിരിച്ചു ആവല്ലോ. ഭയങ്കര എന്റെ മനസ്സ് വിശാലമായൊരു മനുഷ്യൻ അല്ലേ. പണ്ടെന്ന് പറഞ്ഞാ ഞങ്ങള് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു ദിവസം റീൽ എടുക്കാനാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. ചെയ്തിട്ട് വൈറലായില്ലേ? അതെ, പക്ഷെ അതൊരു ഡാൻസ് കളിക്കാൻ നോക്കുമ്പോ ഭയങ്കര സിമ്പിൾ സ്റ്റെപ്സ് ഇതാണ്. ഓ, അതുകൊണ്ട് മറ്റേ കമലഹാസൻ അല്ല കിണറിന്റെ ആൾക്ക് നല്ല ടഫ് സ്റ്റെപ്പാണ്. ഞങ്ങൾ ഡാൻസേഴ്സ് തോന്നണ്ടേ. ഷൈൻ ചേട്ടൻ മത്സരിക്കാനൊക്കെ പോയിട്ടുണ്ട്, കലോത്സവത്തിലൊക്കെ വീട്ടിലുണ്ട്, ട്രോഫി വീട്ടിലുണ്ട്, പക്ഷെ കലാതിലക കലാതിലകല്ല കലാപ്രതിഭ. കലാതിലകം കലാപ്രതിഭ ആയിട്ടില്ല, കലാതിലകമായിരിക്കണം. കലാതിലക നാടോടി നൃത്തം മാത്രം കളിച്ചിട്ടില്ല.
ഷൈൻചേട്ടൻ നാടോടി നൃത്തത്തിന് ട്രോഫി വാങ്ങിച്ചിട്ടുണ്ട്. ട്രോഫി ഇല്ല, മത്സരിച്ചിട്ടുണ്ട്. ട്രോഫി കിട്ടിയിട്ടുണ്ട്. ട്രോഫി കിട്ടിയിട്ടുണ്ട്. അത് സ്കൂൾ കലോത്സവത്തിനല്ല. അതല്ലാതെ നമ്മൾ ആനിവേഴ്സറി ഒക്കെ കളിക്കുമ്പോൾ ട്രോഫി ആനിവേഴ്സറിക്ക് ട്രോഫി ഒന്നും കിട്ടില്ല. അത് മത്സരമല്ല. അതിന്റെ പേരിലടി ഗൈസ്. ശരി ആനിവേഴ്സറിക്ക് ഓരോരുത്തർ ഓരോ ഐറ്റം കളിക്കില്ല, അതിന് മത്സരമില്ല. ശരി, അപ്പൊ ട്രോഫി കിട്ടി നാടോടി നൃത്തത്തിന്, പക്ഷെ യുവജനോത്സവത്തിനല്ല. പിന്നെ കല്ല് കൊത്താനുണ്ടോ കല്ല് എന്നുള്ളത് പുള്ളി കളിച്ചിട്ടുണ്ട്. ആണ് അച്ഛൻ്റെ വേഷമായിട്ട്. ആണ് സാറിന്റെ കൂടെ കല്ല് കൊത്താനുണ്ടോ അത് ചെയ്തിട്ടുണ്ടോ? ഞാൻ സ്കൂളില് അച്ഛൻ്റെ വേഷത്തില്. അതൊക്കെ എങ്ങനെ ഇവരൊക്കെ അറിഞ്ഞ്? അത് ഇന്നലെ ഇതൊക്കെ പ്രശസ്തമല്ലേ? അയ്യോ അപ്പൊ നമുക്ക് തിരിച്ച് വിവേകാനന്ദയിലേക്ക് വരാം. നമ്മൾ എവിടേക്കോ കല്ല് കുത്താനുണ്ടോ കല്ല്, കാലമത്തായി ഉണ്ടോ കള്ളമത്തായി. അപ്പൊ അന്ന് മുതൽ ഞാൻ കമൽ സാറിന്റെ ഈ ക്യാരക്ടേഴ്സ് ആയിട്ട് ഭയങ്കര കാലമത്തായി ആരാണ്? രേവതി ചേച്ചി അമ്മിക്കല്ല് ഒതുന്ന ആള്. അപ്പൊ അവിടെ ഒരാളുണ്ട് മുതലാളി. അവിടെ അല്ല, അമ്മിക്കല്ല് വാങ്ങാൻ വരും. അല്ല ആ നാട്ടില് ഇരട്ട പേരിലുള്ള ഒരാള് കല്ല്. അല്ല, ഇരട്ട പേരിലുള്ള ഒരാളുണ്ട്. മാഷായിരുന്നില്ല ആ ഒരു മാഷ. അവനെ പഠിപ്പിച്ചിരുന്നു. ആണോ? അത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് അയാൾ ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കുമ്പോ അയാളെ കളിയാക്കിട്ട് ഇങ്ങനെ വിളിച്ചു പറയും. കാലമത്തായി എന്നാണ് അയാളുടെ കുറ്റപ്പേര്. പക്ഷെ അത് ആരാ ചെയ്ത ആ ക്യാരക്ടർ ആയിരുന്നു? നമ്മുടെ മറ്റേ പൊന്മുട്ടിടുന്ന താറാവില് ഓ കൃഷ്ണൻകുട്ടി നായർ. ചേട്ടാ നമ്മള് സബ്ജക്റ്റിൽ നിന്നൊക്കെ മാറിപ്പോയി. അങ്ങനെയാണല്ലോ ഞാൻ സാധാരണ കുറെ നേരമായിട്ട് ഇവിടെ പോസ്റ്റ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ എനിക്ക് പങ്കില്ലേ? ഇവർ രണ്ടുപേരും ഇപ്പോഴും എന്നെ റാഗ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ചോദിച്ചത് ഞങ്ങള് തമ്മിൽ ഞാൻ മറന്നു. ഞങ്ങള് തമ്മിലുള്ള ഇതൊക്കെ മനസ്സിലായില്ല. അനുഭവം എങ്ങനെയുണ്ട്? ഇതാണ് അനുഭവം, എനിക്ക് മനസ്സിലായി. ചേട്ടാ ഇതിനകത്ത് ഇതാണ് ഇപ്പൊ കണ്ടില്ലേ, അനുഭവിച്ചോണ്ടിരിക്കുന്നത്. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ഇവരപ്പുറത്ത് കളിയാക്കും. എന്തെന്ന് കഴിച്ചെന്നൊക്കെ ചീത്ത കേട്ടൊക്കെ അറിയണില്ല. മെറീനയ്ക്ക് ചീത്ത ഫുള്ള് കേൾപ്പിച്ചു പാവം. ഞാൻ നിങ്ങൾ പരാതി പറയാൻ വന്നിരിക്കുന്ന ഗ്രേസിന്റെ അടുത്ത് അധികം ആൾക്കാർ പോവില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. 12 മണി കുരിശ് പണി അടിക്കുമ്പോ തന്നെ പ്ലേറ്റ് ചോറ് അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടണം. ഭക്ഷണം 4 മണി കഴിക്കുമ്പോ ചായ കടി. പിന്നെ അല്ലേ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അടിയിൽ കമന്റ് വരും സിനിമയുടെ കണ്ടന്റ് യോജിച്ചു. അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇതില് 5 ലേഡീസ് വരുന്നുണ്ട് ലൈഫില്, റിലേഷൻഷിപ്സ് വരുന്നുണ്ട്. 5 പേരെ കാണിക്കുന്നുണ്ട് പടത്തിൽ കാണിക്കുന്നുണ്ട്. ഈ 5 പേരെ എങ്ങനെ മാനേജ് ചെയ്തു? 5 പേര് ഒരു സമയത്തല്ലല്ലോ മാനേജ് ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ സമയങ്ങളിൽ അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളിലുമാണ് മാനേജ് ചെയ്യുന്നത്. ഭാര്യനെ നമുക്ക് എപ്പോഴും മാനേജ് ചെയ്യണ്ടല്ലോ. വീട്ടിൽ നിന്ന് അവിടെ ചോറ് തന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പട്ടണത്തിൽ അല്ലെങ്കിൽ കൊച്ചി പോലുള്ള സ്ഥലത്ത് വന്നിട്ട് വർക്ക് ചെയ്യാനുള്ളൂ. വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മാനേജ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ മാനേജ് ചെയ്യാം. അതേപോലെ ഓഫീസിൽ നിന്ന് താമസിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ മാനേജ് ചെയ്യാം. പിന്നെ പോകുന്ന വഴിക്ക് കാണുമ്പോൾ മാനേജ് ചെയ്യാം. അങ്ങനെ പല പല സമയങ്ങളുണ്ടല്ലോ. അങ്ങനെയാണ് 5 പേരും വിവിധ സമയങ്ങളിലായിട്ട് വിവിധ കാലങ്ങളിലായിട്ടാണ് മാനേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ എല്ലാവരെയും അതിന് മാനേജ് ചെയ്തിട്ടില്ല. അതൊരു വല്ലാത്ത ഭാവം. ശരിയാണ്. വ്യത്യാസമായിട്ട് നിൽക്കുന്ന ഈ 5 പെണ്ണുങ്ങൾ എന്റെ അവസ്ഥ എന്താ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ ക്യാരക്ടറിനെ പറ്റി. അതെ, കമൽ സാറ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നും പറയാൻ പറ്റില്ല. അതെ, അത് മാത്രം പറയാം. വ്ളോഗർ. എന്ത് വ്ളോഗ് ചെയ്യുന്നു? ഞാൻ വ്ളോഗ് ചെയ്യുന്നത് ചൂണ്ടയിടുന്നതും മീൻ പിടിക്കുന്നതുമാണ്. ചൂണ്ടയിടുക എന്നുള്ളതാണല്ലോ എന്റെ മെയിൻ. ആരുടെ? വിവേകാനന്ദന്റെ മെയിൻ. ഫിഷറീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മീൻപിടുത്തം തന്നെ. മൊത്തത്തിലൊരു മീൻപിടുത്തം. ചതുരത്തിന് ശേഷം വരുന്ന സിനിമയല്ലേ മീൻ പിടിക്കാനായിട്ട്? മീൻപിടുത്തം ഞാൻ വിട്ടു. ചേട്ടാ എന്റെ കയ്യിൽ തോന്നേട്ടാ ഒന്ന് അത് ഞാൻ ഈ മീൻപിടുത്തത്തിലായി പോയി. എന്നിട്ട് ചതുരത്തിന് ശേഷം വരുന്ന സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ആ ചതുരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് അഭിനയിച്ചത്, പക്ഷെ റിലീസായത് കുമാരിക്ക് ശേഷമാണ്. അതുകൊണ്ട് ഇവരത് അങ്ങനെ ചോദിക്കണം.
അപ്പൊ അങ്ങനെ വലിയ എന്താ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് എന്നെ തേടി വന്നിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കമൽ സാർ മാത്രമേ വിളിച്ചുള്ളൂ ചതുരം കഴിഞ്ഞിട്ട്. അപ്പോൾ സാറ് വിളിച്ച വഴി എനിക്കതൊരു സന്തോഷമായിരുന്നു. അപ്പം ഞാൻ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. എന്താണ് സംഭവം എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല. സാറ് വിളിച്ചപ്പോൾ നമ്മൾ ശരി ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് സിനിമ ചെയ്തത്. അങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിച്ചൊരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് വെയിറ്റിംഗ്. ചതുരത്തിലെ റോള് വന്ന സമയത്തും അതിൻ്റെ പ്രമോസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വാസിക ഇങ്ങനെ ഒരു റോള് ചെയ്തല്ലോ എന്നുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. വിവേകാനന്ദനിലും ട്രെയിലറിൽ ഒരു പോർഷൻ ഞാൻ കണ്ടായിരുന്നു. അപ്പം വീണ്ടും ഇങ്ങനെയുള്ള തുടർച്ചയാണോ വരുന്നത്, അതോ സാസിയെ തേടി അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ വരുന്നുള്ളൂ? അതാണ് പ്രശ്നം. നിങ്ങൾ ആ ഒരു ചെറിയൊരു സീന് കണ്ടപ്പോഴേക്കും നിങ്ങൾ വിചാരിക്കുകയാണ് അത് അങ്ങനെയാണെന്നുള്ളത്. വിവേകാനന്ദന്റെ ക്യാരക്ടറും അത് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതിൽ ഞാൻ ഒരു സാധാ ജോലിക്ക് പോകുന്ന ഒരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, ഒരു മരുമകളാണ്. അങ്ങനത്തെ ഒരു ഫാമിലി ലൈഫ് ലീഡ് ഒരു ഫാമിലിയിൽ നടക്കുന്ന കാര്യം മാത്രമേ അതിൽ കാണിച്ചിട്ടുള്ളൂ. അതെ, അപ്പൊ ഫാമിലിയിൽ കല്യാണം കഴിക്കുന്നവർ എന്താ ചെയ്യുക? ഹസ്ബൻഡ് ഉണ്ട് എനിക്ക്. അപ്പൊ അവർക്ക് ഇത്രയധികം 10-12 പിള്ളേരുണ്ടാവുന്നത് എങ്ങനെയാ? അപ്പൊ ഫാമിലിയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷേ പൊതുവെ ഒരു സംസാരം ഉണ്ടല്ലോ, മലയാളികള് വേറെ സിനിമയിലും അന്യഭാഷയിൽ കാണും, സൈറ്റുകൾ രഹസ്യമായിട്ട് കാണും. പക്ഷെ മലയാളികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പ്രശ്നം വരുമല്ലോ. മലയാളി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് തന്നെ സമ്മതിക്കില്ലല്ലോ. അടുത്തൊന്ന് പറിച്ചതാണ് അവരൊക്കെ. 12 പിള്ളേര്, ഈ 8 പിള്ളേര്, അല്ലെങ്കിൽ ഇത്രയും ജനസംഖ്യ ഒക്കെ ഉണ്ടായിട്ടുള്ളത് എവിടെന്നെങ്കിലും വിത്തിട്ട് മുളപ്പിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേക്കും സ്വന്തമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. അപ്പൊ ഈ കഥാപാത്രവും ക്യാരക്ടറും തമ്മിൽ ഭയങ്കര ഈ ചതുരം എന്ന ചിത്രത്തിൽ അങ്ങനത്തെ രംഗങ്ങൾക്ക് പ്രാധാന്യം ഇല്ലേ? ഇല്ലെങ്കിൽ ആ ചിത്രം മുന്നോട്ട് പോകില്ലല്ലോ. അതേപോലെ തന്നെ ഇതിലും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് കഥകളും ഒരുപാട് സന്ദർഭങ്ങളും നമുക്ക് പറയാനും കാണിക്കാനും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിത്രത്തില് ഇത് കാണിക്കാതിരിക്കുന്നതാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. അതെ, ഇതൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന 2 ആൾക്കാരുടെ ഒരു കഥ പറയുമ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള കാര്യം സംസാരിക്കണം. ആ സംസാരത്തിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ ചർച്ചകളും വരുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഫാമിലിയിലും നടക്കുന്ന ഒരു വിഷയം, അത് പലരും സംസാരിക്കാത്ത ഒരു വിഷയം നമ്മൾ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നു. അത് കാണിക്കാൻ ചില സീനുകൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു. അല്ലാതെ ഭയങ്കരമായിട്ട് ഇത് മാത്രം സംസാരിക്കുന്ന ഒരു സിനിമ അല്ല ഇത്. ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന പുരുഷനും സ്ത്രീകളും എല്ലാം ഉണ്ട്. അതിൻ്റെ ട്രെയിലറിൻ്റെ താഴെ വന്നൊരു കമൻറ്റ് ഞാൻ പറയാം. ആ കമൻറ്റ് ഇങ്ങനെയാണ്: വന്ന് മലയാള സിനിമ ഇപ്പം കുടുംബപരമായിട്ട് ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ എന്നൊരു കമൻറ്റ് അതിൽ കണ്ടിട്ടുണ്ട്. അവനെങ്ങനത്തെ മാത്രം പരിചയം ഉണ്ടാവുള്ള കമന്റ് ഇട്ടവന്. കുടുംബപരമായിട്ട് അവൻ കാണാറുണ്ടാവില്ല. കാരണം ഇത് കുടുംബത്തിൽ നടക്കുന്ന പരിപാടിയല്ലല്ലോ. അവൻ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല, അവന് ബോധം ഉണ്ടാവില്ല. ഒരുപാട് കമന്റ്സ് ഉണ്ടല്ലോ അല്ലെ, ഒത്തിരി നല്ല കമന്റ്സ് ഉണ്ട്. കുടുംബത്തോടെ പോയിരുന്ന് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒരു രംഗങ്ങളും അതിലില്ല. മലയാള സിനിമ കുടുംബത്തോടെ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: വിവേകാനന്ദൻ വൈറലിനകത്ത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന സിനിമ. ഇപ്പൊ നിങ്ങൾ എന്താ വിചാരിച്ചത് കുടുംബപരമായിട്ട് കാണാൻ പറ്റുന്നതാണോ? ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇല്ല, അപ്പൊ ആ കമന്റ് ഇട്ടവൻ എന്തോ പ്രശ്നമുണ്ടല്ലോ. അത്രേ ഉള്ളൂ. ഇത് ഫാമിലി, അതായത് കമൽ സാറിന്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സാറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട പ്രേക്ഷകരെ എന്ന് അറിയാം. അപ്പം അങ്ങനെ തന്നെയാണ് ഈ സിനിമയുള്ളൂ. ഈ സിനിമ സംസാരിക്കുന്ന വിഷയവും ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഫാമിലി ആയിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മളാണ് ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കുന്നത്. ഫാമിലിയാണ് പോയി കാണേണ്ടത്. അതെ അതെ, ഫാമിലിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇവിടേക്ക് വന്ന് വരുവാണെങ്കിൽ വൈറൽ താരമാണ്, ഇതിലും വൈറലാണ് അല്ലേ? ഇതിൽ വൈറൽ ഞാൻ എന്ത് പറയും, വൈറലാകാനായിട്ടുള്ളതാണ്. ഈ ടൈറ്റില് വൈറൽ എന്ന് പറഞ്ഞ ടൈറ്റിൽ ഉണ്ടാവാൻ കാരണമായ ഒരു കഥാപാത്രമാണ് പറയില്ല. ക്യാരക്ടറിനെ പറ്റി പറയാം. ക്യാരക്ടറിനെ പറ്റി പറയുന്നത് ഷൈൻ്റെ ക്യാരക്ടറിന്റെ വളരെ അടുത്ത വേണ്ടപ്പെട്ട ഒരാളാണ്. സ്വാസികയുടെ ഗ്രേസിന്റെ ഒക്കെ ആയിട്ട് സുഹൃത്താണ്. ഇവരുമായിട്ട് ഒരുപാട് അല്ലെ അടുത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ കഥയുടെ. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എല്ലാം നിലനിൽക്കുന്നത് ഷൈൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണ്. അപ്പം എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്ര തന്നെ അതെ. വിവേകാനന്ദന്റെ ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരും തമ്മിൽ കണക്റ്റഡ് ആവുന്നത്. അപ്പം ബാക്കിയുള്ള കഥാപാത്രങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഒരുപാട് ക്യാരക്ടറിനെ പറ്റി പറയാനുള്ള ഡയലോഗുകളും ഒരുപാട് ഉണ്ടായിരുന്നു. അതെ, സാധാരണ രീതിയിൽ അതെ അതെ അതെ, ഒരുപാട് ഡയലോഗ്. വ്ളോഗിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വേറെ ടൈപ്പ് ഒരു പ്രസന്റേഷൻ ആയിരിക്കും. ചാലഞ്ചിങ് ആയിട്ട് ജീവൻ പണയം വെച്ച് ചെയ്ത ഒരു, അതാണ് പ്രത്യേകം പറയണത്, ജീവൻ പണയം വെച്ച് ചെയ്ത ഒരു കോമ സ്റ്റേജിൽ ഒരു സമയത്ത്
തല ഇഴക്കാണ് ഞാൻ എവിടുന്ന്? രക്ഷപ്പെടുന്നത്. മൈക്കുണ്ട്, രഹസ്യമില്ല കേട്ടോ, മൈക്കിൽ മതി ഇത്. ആർക്ക് അത് ഓർമ്മ പോലും ഇല്ലേ? തലയ്ക്ക് അടി കിട്ടിയ ഇല്ല, റെക്കോർഡായിട്ടില്ലേ കൃത്യമായിട്ട്? തലയ്ക്ക് അടി കിട്ടിയിട്ട് 4 കിളിയും 5 സ്റ്റാറും ആണ് പോയത്. ഇവര് ഇത്രയും ഇവര് കുറെ നേരിട്ട് അളിയാ കിളി പോകുന്ന ജസ്റ്റ് മിസ്സാണ് ഞാൻ. അപ്പം അതിനുശേഷം ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സീരിയസ്ലി, റിയൽ ലൈഫില് ശരിക്കും ശരിക്കും. കാരണം എവിടെ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഇല്ലേ? സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടാണോ? അല്ല, സിനിമയില് അങ്ങനെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുണ്ട്. അല്ലേ, അടി കിട്ടാറില്ല സ്ഥിരം. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആദ്യത്തെ ഒരു സിനിമയ്ക്ക് ശേഷം ഇങ്ങോട്ട് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ലീഡിങ് റോൾസ് കുറവാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലെയാണ് ഒരു തേർഡ് ലീഡിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു ലീഡിങ് റോളിലേക്ക് വരാത്ത? മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണോ അതോ നല്ല ക്യാരക്ടേഴ്സ് വരാത്തോ? ചിലപ്പോ ചെയ്യാൻ പറ്റാത്ത. ഇല്ല, അങ്ങനെയല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാൻ എബി എന്ന് പറഞ്ഞ സിനിമയിലാണ് ത്രൂ ഔട്ട് ലീഡായിട്ട് ആദ്യം ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം വന്ന ക്യാരക്ടേഴ്സ് ചെയ്യാന്നുള്ളത്. അതിനു മുന്നേ ലീഡ് ചെയ്തിട്ടില്ലേ? ആ പടത്തിലും ഹീറോയിൻ ആയിരുന്നു. ഏതില്? മുംബൈ ടാക്സി. പക്ഷെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ബാദുഷേനെ ആയിരുന്നു അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അല്ല, ബാദുഷ, ആ പയ്യന്റെ പേര് ബാദുഷ എന്നാ. അപ്പൊ അവന് നമ്മുടെ ബാബുക്ക് പ്രൊഡ്യൂസർ അല്ലേ, നടനും കൂടിയാണ്. അപ്പൊ പുള്ളിയുടെ പടമാണെന്ന് എനിക്കത് പറയാൻ പറ്റില്ല, ഞാൻ ലീഡാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം എബി കഴിഞ്ഞതിന് ശേഷം എന്നെ സംബന്ധിച്ച് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലെ, സ്വാസികയാണെങ്കിലും അല്ലെ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് ചെയ്യാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിപ്രസിംഗ് ആണ് എന്നെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ കിട്ടിയ വേഷങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ റോൾ ചെയ്തപ്പോൾ കുറച്ച് ഗ്രാഫ് താന്നിട്ടുണ്ടാവുമായിരിക്കാം. ബട്ട് ദൈവകൃപയാൽ നല്ലത് ക്യാരക്ടർ റോളുകളാണെങ്കിൽ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ക്യാരക്ടർ റോളിലൂടെ ഒരു ആക്ടറിന് ഉണ്ടാകാൻ പറ്റുള്ളൂ. ലീഡ് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ആക്ടർ ഉണ്ടാവണമെന്നില്ല. ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ എന്നുള്ളതിലും നല്ലൊരു 5 സ്റ്റാർ തലയിലുണ്ട് ഓൾറെഡി. അതെ, അതെനിക്ക് തന്നിട്ടുണ്ട് ചില ആൾക്കാർ. അപ്പോൾ ആക്ട്രസ് ആർട്ടിസ്റ്റ് എന്നുള്ളതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. To become an artist rather than becoming a star. സ്റ്റാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, റൈഡറാണ്. ഒരു സിനിമയില് ബൈക്ക് എന്തോ 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ച് അതിന്റെ അതായത് ആ സിനിമയില് ബൈക്ക് ഓടിച്ചിരുന്നു. ആ സിനിമയിൽ ആ സീനില് അതാ പറയുന്നത്. ആ സിനിമയില് ബാലു വർഗീസും വേറെ ഒരു ആക്ടറും കൂടെ ഉണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു, നിങ്ങള് ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ ബൈക്ക് ഓടിക്കുന്നത്. അവര് ജസ്റ്റ് മിസ്സാണ്. മിസ്സാണ് അവരുടെ. അല്ല, സീരിയസ്ലി ജസ്റ്റ് മിസ്സാണ് അവര്. കാരണം എനിക്ക് ബൈക്ക് ഓടിക്കാന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ആകുമ്പോ അത് വണ്ടി നമ്മളെയും കൊണ്ട് പൊക്കോളും. ഞാൻ അങ്ങനെ ഒരു പ്രൊഫഷണൽ റൈഡർ ഒന്നല്ല. എനിക്ക് കുറച്ച് ആങ്സൈറ്റി ഉണ്ട് വണ്ടീന്റെ മുകളിൽ കയറുമ്പോൾ. എനിക്ക് പേടിയാ. ബിക്കോസ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് പോലും എടുത്തിട്ടില്ല. വെറുതെ എന്തിനാ ആൾക്കാരെ കൊല്ലുന്നത്? സീരിയസ്ലി. അതെ, എനിക്ക് ഉറപ്പാണ് ഞാൻ വണ്ടി എടുത്ത് റോഡിൽ പോയി കഴിഞ്ഞാൽ മിനിമം 2 പേരെങ്കിലും വേറെ 2 പേരും മരിക്കും. വെറുതെ എന്തിനൊരു കൊലപാതകയാണ്. അതുകൊണ്ട് ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല. ഞാൻ വണ്ടി ഓടിക്കാറില്ല. അതിനേക്കാൾ വലിയ റൈഡറാണ്. അത് കഴിഞ്ഞിട്ട് കുറുക്കൻ എന്ന് പറഞ്ഞ ചിത്രത്തിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരിക്കാം. ഇല്ല, അതിൽ ഞാൻ ആദ്യം ചത്തല്ലേ, മരിച്ച അഭിനയിച്ചല്ലേ. സ്വാസിക ഒറ്റ കൈ കൊണ്ട് ട്രാക്ടർ ഓടിക്കും. ട്രാക്ടർ അല്ല, ഒറ്റ കൈ കൊണ്ട് തന്നെ ഓടിക്കാം. സ്വാസിക മൂവാറ്റുപുഴയിലെ റൈഡർ കണ്ണാപ്പിയാണോ? ബസ് ഓടിക്കും. ആണ്. പിന്നെ ഇപ്പൊ ഒരു ഡ്രീം വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ? ബസ് ഓടിക്കോ സ്വാസിക? വിചാരിച്ചേ മൾട്ടി ടാലന്റഡ് ഗേൾ. എവിടെയായിരുന്നു ക്രേസ്? എന്തൊക്കെയാണ് ഇതുപോലെ എന്തെങ്കിലും ഡ്രൈവിംഗോ അങ്ങനെ എന്തെങ്കിലും ക്രേസസ് ഉണ്ട്? ഷൈൻ ചേട്ടന് കാരവൻ ഓടിച്ചു പോകാൻ ഭയങ്കര ക്രേസാണ്. ലൊക്കേഷൻ കാരവൻ കണ്ട അപ്പൊ ഓടിച്ചോണ്ടു പോകും. അങ്ങനെ ഒരു ക്രേസ്. അതുകൊണ്ട് അപ്പൊ ആംബുലൻസ് ഓടിച്ചിട്ടുണ്ടോ? ആംബുലൻസ് ഞാൻ ഇഷ്ക് എന്ന് പറഞ്ഞ ചിത്രത്തിൽ ലോറി ഓടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വാഹനങ്ങൾ ഓടിക്കാൻ ഇഷ്ടം. കാരവൻ ഓടിച്ചിട്ട് ക്രേസ് എന്തിനോടാണ്? ക്രേസ് എനിക്ക് മൂവി ചെയ്യുന്നുണ്ട് മാത്രം. പ്രണയം സിനിമയോട് മാത്രമാണോ? പ്രണയമല്ല, ക്രേസ്. സിനിമയിലേക്ക് തിരിച്ചു വരണം. നമ്മള് കഷായത്തിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ കേട്ടിട്ടുള്ളൂ, കഷായം കുടിച്ചിട്ടില്ല. ഇതുവരെ കഷായം കുടിച്ചിട്ടില്ലേ? ഒരു അരിഷ്ടം പോലും കുടിച്ചിട്ടില്ല. ഈ കഷായത്തിന്റെ പ്രത്യേകത എന്താ? ഈ കഷായം കുടിച്ചു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് സ്ട്രോങ് ആവേണ്ടടുത്തൊക്കെ സ്ട്രോങ് ആവാം. ബല
ബലാരി ഇഷ്ടം. അല്ല, ആ പേര് പറഞ്ഞിരുന്നല്ലോ, തന്നെ പറയിപ്പിച്ചിരുന്നല്ലോ, ബലാദി ഷായം ഇന്നലെ. ആ അയ്യോ മറന്നു അത് അതുപോലെ തന്നെ ഉണ്ട്. അധിഷ്ഠ കഷായം. തൈലം തേച്ച് പിടിപ്പിക്കാൻ ചവനപ്രാശം. തേച്ച് പിടിപ്പിച്ച് അത് ആർക്കൊക്കെ യൂസ് ചെയ്യാം? അയ്യോ അത് അങ്ങനെ ബലം വേണ്ടവർക്കൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇതിലെ വിവേകാനന്ദന് അങ്ങനെ ഒരു ഫാന്റസി ഉണ്ട്. അയാൾക്ക് അങ്ങനെ തോന്നില്ല. അല്ല അയാൾക്ക് അയാൾക്ക് അങ്ങനെ തോന്നുകയാണ് കഷായം ചെയ്ത ആളാ. അതായത് കഷായം കുടിച്ചാൽ എന്തോ ബലം കിട്ടും, അയാൾക്ക് ശക്തി കിട്ടും, ബുദ്ധി കിട്ടും, ഉണർവ് കിട്ടും, അയാൾ ആരോഗ്യവാനാവും എന്നൊക്കെ അയാൾക്കൊരു തോന്നൽ. ആ തോന്നലിന്റെ പുറകിൽ അയാൾ 1-2 കഷായം മിക്സ് ചെയ്ത് കുടിക്കുന്നു. ചിലത് ഫ്ലോപ്പ് ആവുന്നു, പിന്നെയും ഡോക്ടർ എടുത്ത് പോകുന്നു. അതാണ് ഈ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം. അങ്ങനെ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. ചിലർക്ക് മെഡിസിൻ ഭയങ്കര അതായത് ക്രേസ് ആണ്. ചെറിയൊരു അസുഖം വന്നാലും ഉടനെ പോയി മെഡിസിൻ കഴിക്കും. അതുപോലെ ചിലർക്ക് ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ എന്ത് കണ്ടാലും അത് അപ്ലൈ ചെയ്യണം എന്നുള്ള ക്രേസ് ഉള്ളവരുണ്ട്. അതേപോലെ ക്രേസ് ഉള്ള ഒരാളാണ് വിവേകാനന്ദൻ. അതുകൊണ്ടാണ് ഈ കഷായത്തിലൂടെ അയാളുടെ റുട്ടീൻ തന്നെയാണ്, ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഈ കഷായം സേവിക്കും 3 നേരം. അലോപ്പതി വിരോധിയാണല്ലേ? അതെ, ലേഹ്യം കഷായം എല്ലാം. ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കാറില്ല. അതെ, അതാണ് ഈ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം. അല്ലാണ്ട് അതങ്ങനെ ആർക്കൊക്കെ കുടിക്കാന്ന് വെച്ചാൽ അങ്ങനെ എന്താന്നൊക്കെ അത് പറഞ്ഞിട്ട് പോയാൽ മതി. പറയില്ല ഷൈൻ ചേട്ടൻ, ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല. പറയോ? ഇല്ല. അപ്പൊ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ആദ്യമായിട്ടാണ് ഷൈൻ ചേട്ടന്റെ ടൈറ്റിലുള്ള ഒരു സിനിമ വരുന്നത്. ഷൈൻ ചേട്ടൻ വൈറൽ ആണെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു സിനിമ ചെയ്തപ്പോ എന്താ തോന്നുന്നത്? അങ്ങനെ നമുക്ക് ടൈറ്റിൽ നമ്മുടെ പേര് വരുന്നത് കൊണ്ടൊന്നും നമുക്കൊന്നും തോന്നാറൊന്നുമില്ല. നമുക്ക് സിനിമ ചെയ്യുക എന്നുള്ളതാണ് തോന്നാറ്, അതിൽ ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ടൈറ്റിൽ എന്താണെങ്കിലും നമ്മൾ ചെയ്യും. എന്നാലും ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോ എന്താ തോന്നിയ? കഥ കേട്ടപ്പോൾ ഞാൻ ചെയ്യാത്ത ക്യാരക്ടറാണ്, സാറ് ഇതുവരെ സംസാരിക്കാത്ത ക്യാരക്ടറാണ്, നമ്മുടെ സിനിമകളിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ലാത്തതും. എന്നാൽ നമ്മൾ ഇതിന്റെ ഒരു സൈഡ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അതിന്റെ വേറൊരു സൈഡ് ഉണ്ടല്ലോ. ഒരു വ്യക്തി ഒരുപാട് റിലേഷൻസിൽ ഉണ്ടാവുന്നു, പക്ഷെ ആ വ്യക്തിയുടെ വേറെ കാരണങ്ങളെ കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. ഒരുപാട് റിലേഷനുള്ള വ്യക്തിയെ കുറിച്ചല്ലേ സംസാരിച്ചിട്ടുള്ളൂ. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട് ആയിരിക്കും. എന്തുകൊണ്ട് വേറെ റിലേഷൻഷിപ്പിൽ ആവുന്നൊന്നും വേണമെങ്കിൽ അത് സംസാരിച്ചിട്ടുണ്ടല്ലോ. സംഭവം നമ്മൾ സംസാരിച്ചിട്ടില്ല അതുപോലെ. അതുപോലെ തന്നെ ഷൈൻ ചേട്ടൻ ഗദാമയിൽ ചെയ്തിട്ടുള്ള നജീബ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ബഷീർ. ആ ക്യാരക്ടറിന്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ് ആടുജീവിതത്തിൽ പൃഥ്വി അവതരിപ്പിക്കുന്നത്. അപ്പം ഡെവലപ്ഡ് വേർഷൻ അല്ല, അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ മരുഭൂമിയിലുണ്ട്. കാരണം അവിടെ നജീബ് ഉണ്ട്, ബഷീർ ഉണ്ട്. അങ്ങനെ പാസ്പോർട്ട് ഇല്ലാതെ അറബികളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അവരുടെ ആളുകളെ നോക്കി കഴിയുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിനെ പറ്റി, അങ്ങനെ ഒരു പൃഥ്വി ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും ഷൈൻ ചേട്ടൻ ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആ ഒരു സിനിമയിലേക്ക് ഞാനല്ല ആദ്യം ചെയ്തത്. അതെ, ഷൈൻ ചേട്ടനാണ് ആദ്യം ചെയ്തത്. പൃഥ്വി ഇപ്പൊ അത് ചെയ്യുമ്പോൾ പൃഥ്വി ചെയ്യുന്ന ക്യാരക്ടർ മുഴുനീളം ആ നജീബിന്റെ കഥ പറയുന്ന ആടുജീവിതത്തിലെ കഥയാണ്. അതും ഈ ബഷീറും തമ്മിൽ ആ സ്ഥലത്തുള്ള അതേപോലത്തെ ക്യാരക്ടറാണെന്നുള്ള ഇതുള്ളൂ, അല്ലാതെ വേറെ സാമ്യങ്ങളൊന്നുമില്ല. പൃഥ്വി ചെയ്യുന്നത് വളരെ വലിയൊരു ക്യാരക്ടറാണ്, അതിനെക്കുറിച്ച് മാത്രമാണ് അതിൻ്റെ സിനിമ. മറ്റേത് ഗദ്ദാമയിലെ കാവ്യയുടെ ക്യാരക്ടറിനെ കുറിച്ചാണ് സിനിമ. അതിൽ വന്നു പോകുന്ന കുറച്ച് സെക്കൻഡ്സിലുള്ള ഒരു ക്യാരക്ടറാണ് ബഷീർ. നജീബ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാരക്ടറാണ്. അത് നമുക്ക് പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അതിൽ കേട്ടിട്ടുള്ള ഒരുപാട് സീക്വൻസുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെയധികം ഒരു ആക്ടറിനെ ചെയ്ത് ഫലിപ്പിക്കാനുള്ള ക്യാരക്ടർ. അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ട്? ഒരു ക്യാരക്ടറായിട്ട് അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹം അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് ഇല്ല. ക്യാരക്ടർ ചെയ്യാനുള്ള ആഗ്രഹമാണുള്ളത്, 1-2 അങ്ങനെ ഇല്ല. ഇതുവരെ ചെയ്തതിൽ 100 സിനിമ ചെയ്തതിൽ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റിയ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ക്യാരക്ടേഴ്സാണ് എല്ലാതും. നമ്മൾ ചെയ്യുന്നതിന് എല്ലാത്തിനോട് ഹൃദയത്തിനോട് ചേർത്ത് നിർത്തും. പിന്നെ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും റീച്ച് ആവുന്നതും അനുസരിച്ചാണല്ലോ അത് അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ഒന്നിനെയും മാറ്റി നിർത്തുന്നൊന്നുമില്ല. അപ്പം നമ്മളോട് തന്നെ അടുത്ത് നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വെക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ സൈനയിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അവതാരകനോട് പുഷ് ചെയ്തിട്ട് താങ്കളുടെ ജാതി ഏതാന്ന് ചോദിക്കുന്നുണ്ട് ഷൈൻ. ആ വ്യക്തി അത് പറയാൻ മടിക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നതല്ലേ ചെയ്യാം? അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നു കയറ്റം. ഒരു ജാതി എൻ്റെ അവിടെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു സംസാരം ഉണ്ടാവായിട്ട് ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച ചോദ്യമല്ലല്ലോ അത്. ഒരു സംസാരം, അതിന് മുന്നത്തെ സംസാരം എന്താ, എങ്ങനെയാ സംസാരത്തിലേക്ക് എത്തി, അത് പറയാൻ പറ്റുമോ?
എങ്ങനെയാണ് ജാതി ചോദിക്കുന്ന ആ സംസാരത്തിലേക്ക് എത്തിയത്? ഞാൻ ഡയറക്റ്റ്ലി കൊണ്ടുവന്നല്ലോ. അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അങ്ങനെ ഒരു സംസാരം ഉണ്ടായി, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി. അപ്പൊ പുള്ളി പറഞ്ഞത് എനിക്കത് വ്യക്തമായി, ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരു ജാതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ജനിക്കുന്നത്. പുള്ളി പറഞ്ഞ അങ്ങനെയല്ല, അങ്ങനെയല്ല, അത് ജനിക്കാൻ പറ്റുമോ എന്നൊരു തർക്കം ഉണ്ടായി. പുള്ളിയുടെ അപ്പനോ അമ്മയ്ക്കോ ഒരു ജാതി ഉണ്ടാവില്ലേ? ജാതിയല്ല, മതം ഉണ്ടാവില്ലേ? അതുകൊണ്ടാണല്ലോ പിന്നെ നമുക്ക് ഇപ്പൊ മറ്റേ എത്തിസ്റ്റ് എന്ന് പറയുന്ന ജാതി, അതൊരു ജാതി തന്നെയല്ലേ, ഇതിലൊന്നും വിശ്വസിക്കാത്ത വേറൊരു ജാതി. അപ്പോൾ അങ്ങനെയാവുമ്പോൾ അത് പുള്ളിനോട് പറയാൻ പുള്ളിക്ക് പറ്റുന്നില്ല. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറയണം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പുള്ളിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്ന് വാശി പിടിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറയണം. എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും സിനിമയെ ആസ്പദമാക്കിയിട്ടുള്ളതല്ലോ. വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? ഇപ്പൊ തൊട്ടുമുന്നേ ചോദിച്ചിട്ടില്ലേ എങ്ങനെയാണ് ആ കുട്ടിയെ ഇഷ്ടം, എന്താണ് ഇഷ്ടം, എങ്ങനെയാണ് പ്രണയം തോന്നിയെന്ന്? എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക വ്യക്തിപരമായിട്ട് എന്തിനാ ചോദിച്ചത്? പ്രണയം പോലെ തന്നെയാണ് ജാതി, എന്താണെങ്കിലും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ. ഇത് മാത്രമാണോ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം? പിന്നെ അയാൾക്ക് ജാതി ഇല്ലെങ്കിൽ പിന്നെ അയാൾ നിങ്ങൾ ഇത്രയും ശോഭിക്കേണ്ട കാര്യമില്ലല്ലോ. ജാതി ഇല്ലാത്ത ഒരാളോട് ജാതി ചോദിക്കുന്ന പ്രശ്നമല്ലല്ലോ, ജാതി ഉള്ള ഒരാളോട് ജാതി ചോദിക്കാനുള്ള പ്രശ്നം. ജാതി ചോദിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ജാതി പറയാതെ ജീവിക്കൂ? ജാതി ചോദിക്കരുത് പറയില്ലെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ ഇത്രയും കാലം ലീഗലായിട്ട് എഴുതിയിരുന്നത് എങ്ങനെയാ? ഒരാൾ ചോദിച്ചിട്ട് പറയാതെയാണ് അത് എഴുതിയിരുന്നത്? ഊഹിച്ചിട്ടാണ് എഴുതുക ഒരാളുടെ ജാതി? ആണോ? അല്ല, താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ. നിർബന്ധിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഷൈൻ ഞാനെന്താ പറയുന്നത് ഷൈൻ താല്പര്യം ഇല്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ നിർബന്ധിച്ച് ഞാനപ്പോ എന്താ പറഞ്ഞു, എനിക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയില്ല. അപ്പൊ പക്ഷെ പോലെ എനിക്ക് അത് നിർബന്ധിക്കുന്നതല്ലേ? അത് നിർബന്ധിക്കുന്നതല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു സൈഡിൽ മാത്രം ഇതൊക്കെ കാണുക? ഇപ്പൊ മറ്റേ ആദ്യം പ്രേമത്തിനെ കുറിച്ച് പറയാൻ താല്പര്യം ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിർബന്ധിച്ച് ചോദിക്കില്ലേ എവിടെ കണ്ടു, എങ്ങനെ കണ്ടു, എന്ന് കല്യാണം, അതന്നെ എല്ലാം നിർബന്ധം തന്നെ. എന്തായാലും സന്തോഷം. വീണ്ടും വിജയകരമാവട്ടെ. ഇല്ല, ചോദിച്ചു മേടിച്ചു മര്യാദക്ക് പ്രോഗ്രാം നിർത്തിയത്. എല്ലാവരും വിവേകാനന്ദൻ വൈറലാകുന്ന സിനിമ 19-ാം തീയതി റിലീസാവും. അതിനുശേഷം പോയി കാണാം. റിലീസിന് ശേഷമല്ലേ, ഫസ്റ്റ് ഡേ പ്രിവ്യൂ ഷോ അല്ലേ, അത് കഴിഞ്ഞിട്ട് പോയി കാണാലോ ഫാമിലീസ്. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു താങ്ക് യു സോ മച്ച്.